നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. രാജീവ് ചന്ദ്രശേഖർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്ത്, അതും ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് എത്തിച്ച് ഒടുവിൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ പ്രതിനിധിയായിരുന്നു കൊണ്ട് പൊതുമരാമത്ത് എന്ന് പറയുന്ന, ടൂറിസം എന്ന് പറയുന്ന രണ്ട് വകുപ്പുകൾ കൈയാളിക്കൊണ്ടിരിക്കുന്ന കേരള മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖന്മാരിൽ ഒരാളായ മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. രാജീവ് ചന്ദ്രശേഖരൻ അറിയില്ലെങ്കിൽ എംപോസിഷൻ എഴുതി തന്നെ പഠിക്കണം. എങ്കിൽ ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ചാണകത്തലയ്ക്കുള്ളിൽ കയറിയിരിക്കുകയുള്ളൂ. അല്ലാതെ മരുമോനായതിൻ്റെ പേരിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സൗഭാഗ്യത്തിൻ്റെ തലപ്പത്തേക്ക് നടന്നു കയറിയ ഒരാളല്ല രാജീവ് ചന്ദ്രശേഖർ, നമ്മുടെ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി. നിങ്ങളൊരു പക്ഷേ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ BJPയുടെ അധ്യക്ഷനായിരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അമ്മായിയപ്പൻ്റെ സ്വത്തും പണവും കൊണ്ട് വലിയ കൊമ്പത്തേക്ക് കയറി വന്ന ഒരാളായിരുന്നിരിക്കാം. പക്ഷെ അതുപോലെയല്ല മുഹമ്മദ് റിയാസ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് രാജ്യത്തെ ജനാധിപത്യ ക്രമത്തിൻ്റെ ഭാഗമായി ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും എന്നെടുത്ത് പറഞ്ഞതിന് കാര്യം അതാണ്. അല്ലാതെ ആരുടെയും കാല് തിരുമ്മിയതുകൊണ്ടോ ഓശാന പാടിയിട്ടോ ഒത്താശ ചെയ്തിട്ടോ അല്ല പിന്നെ അത് മന്ത്രിപദത്തിലേക്ക് എത്തിയത് എന്ന് ചുരുക്കം. കാര്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി കാണുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പരിപാടിയാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല, സർക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ പാർട്ടിയുടെ പരിപാടിയായിരുന്നു എന്നുള്ളത് കാര്യം. നിങ്ങൾ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വരുമ്പോൾ PA മുഹമ്മദ് റിയാസിനെ, അതായത് കുടുംബമടക്കം ക്ഷണിക്കണം എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പ്രോട്ടോകോൾ ഉണ്ടെന്നേ. എന്ത് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് വെറും ഒരു സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ നിങ്ങൾ ആ വേദിക്കുള്ളിൽ കയറിക്കൂടി പറ്റിയത്? ചോദിക്കേണ്ടി വരും ജനങ്ങൾക്ക്. സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന ഒട്ടും പ്രമുഖമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ പോലും കെട്ടിവെച്ച കാശിന് മുകളിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഒരു നേതാവിന് കയറി അവിടെ നിന്ന് വാചാടോപം നടത്താമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു പ്രമുഖനായ മന്ത്രിക്ക് കയറാനുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്, പ്രോട്ടോകോൾ അനുവദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കാത്തത്? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ നടത്തേണ്ടത് ദേശീയപാതയുടെ ആയിരിക്കരുതായിരുന്നു. പകരം ഗോൾവർക്കറിൻ്റെയോ മറ്റോ ഒരു മന്ദിരത്തിൻ്റെ, സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു നിങ്ങൾ നടത്തേണ്ടിയിരുന്നത്. നിങ്ങൾ മാരാർജി ഭവൻ്റെ ഉദ്ഘാടനം നടത്തിയ സമയത്ത് ഒരു CPM നേതാവും പറഞ്ഞിരുന്നില്ല, ഹേ അവിടെ കയറി ഞങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ അനുമതി വേണമെന്ന്, ഞങ്ങൾക്ക് അവിടെ കയറി ഇരിക്കണമെന്ന്. പൂട്ടിപ്പോകാൻ തുടങ്ങിയ ദേശീയപാത അതോറിറ്റിയെ പിന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിന് വേണ്ടി 6000 കോടിയോളം രൂപ മുടക്കിയിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഇവിടുത്തെ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി മിസ്റ്റർ ചന്ദ്രശേഖരൻ. അത് നിങ്ങൾക്ക് തിരിച്ചറിയാതെ പോയി. കാരണം എന്താ? നിങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ജനാധിപത്യ ക്രമത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇവരിടത്തും വിജയിച്ചിട്ടില്ലെന്ന്. അത് തന്നെ കാരണം. നിങ്ങൾ വലുതായതും വളർന്നതുമൊക്കെ അമ്മായിയച്ഛൻ്റെ കാശ് കൊണ്ടാണെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാവരും വളർന്നു വരുന്നത് അമ്മായിച്ചന്മാരുടെ തണലിലാണ് എന്ന് കരുതരുത് രാജീവ് ചന്ദ്രശേഖർ. നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. അദ്ദേഹത്തിന് വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നേ, നല്ലൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. SFIയിലൂടെ, DYFIയിലൂടെ, തുടർന്ന് CPM എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയിലൂടെ ശക്തമായി അടിയുറച്ചു പോകുന്ന വിശ്വാസ പ്രമാണങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി ഇരിക്കുന്ന ആ കസേര. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ മുഹമ്മദ് റിയാസിന് പകരം മറ്റേതെങ്കിലും ഒരു മന്ത്രി ആ സ്ഥാനത്തേക്ക് വരുമായിരിക്കും. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ തിരസ്കാരം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ഇത് കേരളത്തിലെ മന്ത്രിസഭയാണ്. കേരളത്തിലെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഇത്രയൊക്കെ മതി എന്ന് നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ BJP നേതാക്കൾ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. ഈ പ്രധാനമന്ത്രി വയനാട്, നമ്മുടെ കേരളത്തിൻ്റെ വയനാട് എന്ന് പറയുന്ന ജില്ലയിലേക്ക് വന്ന് കാല് ചവിട്ടി കുട്ടികളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് പോയിട്ട് നാളിതുവരെയായി ഒരു ചെറുവിരൽ സഹായമെങ്കിലും ആ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇവിടെ വന്ന് കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വന്ന് ഗീർവാണം അടിക്കുന്ന കുറേ BJP നേതാക്കന്മാരല്ലാതെ കേരളത്തിന് എന്തെങ്കിലും സമ്പാദ്യമായി നൽകിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അതിലൊരാളാണ് രാജീവ് ചന്ദ്രശേഖർ. വികസിത കേരളം, വികസിത കേരളം എന്ന് പറഞ്ഞു നടക്കുന്നു. എന്നിട്ടും ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു ജനപ്രതിനിധിയെ, ഒരു മന്ത്രിയെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യ ക്രമത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. അതിൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണല്ലോ ഇത്. ഇവിടെ ഇത്രയും ശക്തനായി നിൽക്കുന്ന
ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ തന്നിട്ടുണ്ടെന്നേ, ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ തന്നിട്ടുണ്ട് 6000 കോടി രൂപ ദേശീയപാത വികസനത്തിന്. കേരളത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട് 6000 കോടി രൂപയ്ക്ക്. ഇതാ നിങ്ങൾക്ക് ദേശീയപാത ഉണ്ടാക്കാൻ. കാരണം ഞങ്ങൾക്ക് റോഡ് വേണം. പൻവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ആ ദേശീയപാതയുടെ വികസനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സംഭാവന നൽകിയിട്ടുണ്ട് 6000 കോടി രൂപ. ഇത് എന്നിട്ടോ ഇതെന്ത് ചെയ്തു? ഇത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. അവിടെയാണ് പ്രശ്നം. അപ്പോൾ എന്ത് സംഭവിച്ചു? സംസ്ഥാനം 12000 കോടി രൂപ ബാധ്യതയിലേക്ക് നമ്മളെ തള്ളിവിട്ടു. 6000 കോടി കൂടി നമുക്ക് ബാധ്യതയാക്കി തന്നു. ഇതാണ് കേന്ദ്ര സർക്കാർ, എല്ലാ ഫെഡറൽ സംവിധാനങ്ങളെയും പാലിക്കേണ്ട ഒരു കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാട്ടിയ അനീതി എന്ന് പറയേണ്ടി വരും. എന്നിട്ടിപ്പോൾ ഇവിടെ മുഹമ്മദ് റിയാസിനെ ക്ഷണമില്ല, മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ട്. കണ്ട ഒരു ഗതിയും പരഗതിയില്ല നടക്കുന്ന ഉള്ള BJP നേതാക്കന്മാരെല്ലാം നിരന്നിരിപ്പുണ്ട് അതിനകത്ത്. മെട്രോയുടെ ഉദ്ഘാടനം നടന്ന സമയത്ത് അന്ന് ഈ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ഒരു നിർഗുണ പരബ്രഹ്മം കയറി മെട്രോയ്ക്കകത്ത് ഇടം പിടിച്ചു. ആരോട് ചോദിച്ചിട്ട്? അന്ന് മുതൽ കേട്ട ഒരു പേരാണ് കുമ്മനടി. ആ കുമ്മനടി പിന്നീട് വിഴിഞ്ഞത്തെത്തിയപ്പോൾ അത് രാജീവടിയായി മാറി. നമുക്കറിയാം അവിടെ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി വന്നിരുന്ന ഒരാളാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങൾ അല്ലേ? എന്തായിരുന്നു നിങ്ങൾക്ക് അവിടെ കയറി വന്നിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോൾ? അത് പറയൂ. നിങ്ങൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എവിടെയെങ്കിലും നിന്നൊരു ജനപ്രതിനിധിയാണോ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും മത്സരിച്ചൊരു വാർഡ് മെമ്പറെങ്കിലും ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ? നിങ്ങൾ അല്ല. നിങ്ങൾ അപ്പോഴും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ഓർത്തില്ല? അങ്ങനെ ആയിരുന്നെങ്കിൽ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന് വരെ അവിടെ സീറ്റ് കൊടുക്കേണ്ടതല്ലേ ഈ പറയുന്ന പരിപാടിയിലേക്ക്? ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദ മാഷിനെയും അവിടെ പിടിച്ചിരുത്തേണ്ടതല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ, അതായത് BJP-ക്കാർ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഏത് പരിപാടിയെയും, അത് സംസ്ഥാനത്തിൻ്റെ അല്ല രാജ്യത്തിൻ്റെ വികസനത്തിനുമായി ബന്ധപ്പെട്ട ഏത് പരിപാടിയെയും ഈ BJP-ക്കാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രീതി അവരുടെ ഒരു പാർട്ടി സമ്മേളനമാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി. ഇതൊരു തെറ്റായ പ്രവണതയാണ്. ഇതൊരു ഒരു പ്രോട്ടോക്കോളും അനുശാസിക്കുന്ന കാര്യമല്ല. ഒരാൾ വന്നിട്ട് പറയുന്ന കേട്ട് സ്വന്തം മരുമോനെ കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്ത് PMO-യിലേക്ക് സമർപ്പിക്കേണ്ടതായിരുന്നുവെന്ന് പറഞ്ഞ വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് സുരേഷ്, അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ തൊട്ടവാല്. അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിനോടൊപ്പം ചേർത്തിട്ട് മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് പേര് കൊടുക്കണമായിരുന്നു. ഈ സുരേഷിന് അറിയില്ലായിരുന്നോ ഇങ്ങനെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രിയുടെ വെറും മരുമോൻ മാത്രമല്ല, കേരളത്തിൻ്റെ ഉന്നതനായ ഒരു മന്ത്രി കൂടിയാണെന്നുള്ള കാര്യം? സുരേഷിനെക്കാട്ടിലും ഏത് തട്ടിൽ വെച്ചളർന്നാലും സുരേഷിനേക്കാളും ഈ പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനേക്കാളും ഒക്കെ ഈ പവർ കൂടിയ ആൾ തന്നെയാണ് പ്രോട്ടോകോൾ പ്രകാരം നമ്മുടെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ. ആരുടെയും വാല് പിടിച്ചുകൊണ്ടോ ആരുടെയെങ്കിലും കാൽക്കൽ തൊഴുതു വീണ് വണങ്ങിയത് കൊണ്ടോ അല്ല PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ന് മന്ത്രിയായി മാറിയത് എന്നുള്ള കാര്യം ഓർക്കണം. ഇവിടെ പലരും കെ സുരേന്ദ്രൻ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, ചങ്കുറപ്പുണ്ടോ സമ്മതിക്കാമെന്ന് ദേശീയപാത ഇവിടെ നടപ്പിലാക്കി കാണിച്ചാൽ, ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടപ്പിലാക്കി കാണിച്ചാൽ? മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുത്ത ഒരു വെല്ലുവിളിയായിരുന്നു കെ സുരേന്ദ്രൻ. നിങ്ങളുടെ വലിയ നേതാവാണ് BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ. എന്താ കെ സുരേന്ദ്രൻ അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് അംഗീകരിക്കാൻ തയ്യാറാണോ? പിണറായി വിജയൻ ചങ്കൂറ്റമുള്ള നേതാവാണ് എന്ന് അംഗീകരിച്ചു തരാൻ കെ സുരേന്ദ്രൻ ഇപ്പോഴും തയ്യാറല്ലേ? തയ്യാറാവണം മിസ്റ്റർ. കാരണം അദ്ദേഹം ഇവിടെ വന്നതിന്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇവിടെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇവിടെ നടപ്പിലാക്കി. ഇവിടെ ദേശീയപാതയുടെ ഇന്ന് നിങ്ങൾ നാണമില്ലാതെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ഇവരുടെ ഇന്ന് ഭൂമി ഏറ്റെടുത്ത് നൽകിയ ദേശീയപാതയാണെന്നുള്ള കാര്യം കൂടി ഓർത്തോണം. എന്തിനാണ് സംസ്ഥാന സർക്കാർ അത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയത്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ദേശീയപാത ഉപയോഗിക്കുന്ന ഓരോ പൗരനും വേണ്ടി, ഓരോ ചെറുപ്പക്കാർക്കും ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി തന്നതാണ് ദേശീയപാത. ഇതിനുമുമ്പ് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന BJP-യുടെ തന്നെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പലവട്ടം സംസ്ഥാന സർക്കാരിനെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും അവർ നടത്തിയ സേവനങ്ങളെയും കുറിച്ച് വാതോരാതെ പ്രശംസിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ സംസ്ഥാന അധ്യക്ഷൻ എപ്പോഴെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മറന്നു പോയിട്ടുണ്ടാവും. കാരണം എന്താണ്? അത്രയൊന്നും ഓർമ്മശക്തി പിടിച്ചു നിർത്താൻ മാത്രമുള്ള തലച്ചോറിൻ്റെ കപ്പാസിറ്റി അവർക്കില്ല. പകരം ചാണകമാണല്ലോ നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. ഇനിയും നിങ്ങൾ നാളെ ഈ സംസ്ഥാനത്തിൻ്റെ ഏത് പരിപാടിയെയും സംസ്ഥാനവുമായി നിങ്ങൾക്കൊക്കെ അധികാരം കിട്ടിയുള്ള അവസ്ഥയാണ് ആലോചിക്കുന്നത്.
ഈ പറയുന്ന BJP നേതാക്കന്മാർക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ പറയുന്ന മന്ത്രിസഭയ്ക്കകത്ത് എല്ലാ പാർട്ടി നേതാക്കന്മാരെയും കയറ്റിയിരുത്തി നിരക്കും. അവരായിരിക്കും പിന്നെ ഇവിടെ നയിക്കുന്നത്. അങ്ങ് മേളറ്റം മുതൽ താഴെയറ്റം മുതൽ കംപ്ലീറ്റ് RSSകാരും മന്ത്രിസഭയ്ക്കകത്തുണ്ടാവും. ജനപ്രതിനിധികളായിട്ടല്ല, മറിച്ച് ഈ ജനപ്രതിനിധികളായി എത്തിയവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി കുറേ RSSകാർ എപ്പോഴും സെക്രട്ടേറിയറ്റിനകത്തും അതോടൊപ്പം തന്നെ നിയമസഭയ്ക്കകത്തും ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അവർ അത്തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കും. അതാണ് ഇവരുടെ കൊണ്ടു നടക്കുന്ന RSS BJP സംഘപരിവാറുകാർ കൊണ്ടു നടക്കുന്ന ഒരു തത്വം അത് തന്നെയാണ്. ആ തത്വമായിരിക്കും നാളെ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും മുഹമ്മദ് റിയാസ് തൻ്റെ ഇടത്തോടു കൂടി തന്നെ ഒരു റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോയിൽ പോയി സമാന്തരമായി ഉദ്ഘാടന പരിപാടികളും സംഘടിപ്പിച്ചു. അതാണ് ഇടതുപക്ഷത്തിന്റെ ശക്തി. അത് കാണാനും ആളുണ്ടായിരുന്നു, നിരവധിയായ ആളുകൾ, പ്രവർത്തകരുണ്ടായിരുന്നു. ഒപ്പം ഈ നാട്ടിൽ BJPയെയും BJP ഭരിക്കുന്ന ഇമ്മാതിരി നാണം കെട്ട സർക്കാരുകളെയും എതിർക്കുന്ന ഒരു പറ്റം ജനങ്ങൾ എപ്പോഴും മുഹമ്മദ് റിയാസിനൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.